ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ലേറ്റ് ആയി എന്നറിയാം, എന്നാലും പറയുകയാണ്. ചെന്നൈ കുക്സ് ആൻഡ് ടോക്സിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എൻ്റെ മാത്രമല്ല, ഞങ്ങൾ 3 പേരുടെയും ആശംസകൾ. ഹാപ്പി വിഷു ഓൾ. ഇനി നമുക്ക് കുറച്ച് തമിഴ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് ഇനിയ തമിഴ് പുത്താണ്ട് നൽവാഴ്ത്തുക്കൾ. ഹാപ്പി തമിഴ് ന്യൂ ഇയർ ടു ഓൾ തമിഴ് ഫാമിലി മെമ്പേഴ്സ്. ഇന്ന് April 14th നമ്മുടെ വിഷു. തമിഴ്നാട്ടിലെ ഇവിടുത്തെ തമിഴ് ന്യൂ ഇയർ ആണ്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായതുകൊണ്ട് നിങ്ങൾ കാണുന്നത് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ തലേദിവസം രാത്രി തന്നെ ചെറിയ രീതിയിലൊരു വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ 4:30 ആയപ്പം എല്ലാവരും എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കണ്ടു. വിഷു കൈനീട്ടമൊക്കെ കിട്ടി. വിഷു ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മിനി വിഷു സദ്യ തയ്യാറാക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഉപ്പുമാവും പഴവും പപ്പടമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. സദ്യക്ക് 4 ഐറ്റംസ് മാത്രമാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ഐറ്റം തലേ ദിവസം തയ്യാറാക്കി വെക്കാന്ന് വിചാരിച്ചെങ്കിലും സിലിണ്ടർ എനിക്ക് പണി തന്നു. ഗ്യാസ് തീർന്നു പോയി. 2 സിലിണ്ടർ ഉണ്ടെങ്കിലും രണ്ടും കാലിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെ കുഞ്ചൂസിന് എന്നത്തെയും പോലെ ഇന്നും ദോശയും സാമ്പാറും തന്നെയായിരുന്നു. അവൻ ഉപ്പുമാവ് കഴിക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കുക്ക് ചെയ്യുന്നത് അവിയലിനും പച്ചടിക്കുമുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ കൂട്ടുകറിക്കുള്ള കടലയാണ് കേട്ടോ. അവിയലിന്റെ വെജിറ്റബിൾസും കൂട്ടുകറിക്കുള്ള കടലയും കുക്കായി കഴിഞ്ഞപ്പോൾ നമ്മൾ പായസത്തിനുള്ള പാലും കൂട്ടുകറിക്കുള്ള വെജിറ്റബിൾസും കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിൽ വെള്ളം കൂടിപ്പോയത് കൊണ്ട് തന്നെ അത് വറ്റിച്ചെടുക്കാനായിട്ട് കുറച്ചധികം സമയം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പായസം രാവിലെ തന്നെ തയ്യാറാക്കാനുള്ള ഒരു കാരണം, കുറച്ച് നാളായിട്ട് കാണുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പാലട പായസവും പപ്പടവും പഴവും കൂടെ ചേർത്ത് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പായസം നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ സദ്യക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അവിയല്, ചോറ്. ജിജുവിനൊന്നും കേരള റൈസിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ റൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ ചോറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടുകറി, പപ്പടം. കുഞ്ചൂസിന് ഒരു ഇലയിൽ ചോറും സാമ്പാറും പപ്പടവും മാത്രമാണെങ്കിലും അവൻ അതൊരു സദ്യ തന്നെയാണ്. അടുത്തതായിട്ട് സാമ്പാർ. ഇത് മാത്രം ഞാൻ തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഒരു 3/4 ഭാഗമായപ്പോഴാണ് സിലിണ്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സനയുടെ വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് സിലിണ്ടർ വെച്ചിട്ട് സാമ്പാർ കുക്ക് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ പച്ചടിയും പായസവും. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ സദ്യക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ 2 ഐറ്റം മാത്രം തലേ ദിവസം തയ്യാറാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സിലിണ്ടർ പണി തന്നപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസിലും തന്നെ കോക്കനട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ ഇതിലേക്ക് എല്ലാം ആവശ്യമായിട്ടുള്ള കോക്കനട്ട് സെപ്പറേറ്റ് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സദ്യ കഴിച്ച ശേഷം ഇലയിൽ പാലട, പപ്പടം, പഴം എന്നിവ ചേർത്ത് കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. മസ്റ്റ് ട്രൈ കോംബോ ആണ്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഒരു മിനി വിഷു സദ്യ ഒക്കെ കഴിച്ചു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.